മോർണിംഗ് കുറച്ച് ഇൻഫോ പാർക്ക് സീൻസ് കണ്ടാലോ. ഇതാണ് കേട്ടോ എൻ്റെ കമ്പനി, ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. സോ നമുക്കൊന്ന് മോർണിംഗ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകണം കേട്ടോ. സണ്ണൊക്കെ വന്നു തുടങ്ങും. രാവിലെ തന്നെ ഇതിക്കടെ നടക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അധികം ആൾക്കാരൊന്നുമില്ല, വെരി പീസ്ഫുള്ളാണ്. വഴിയുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഈ വഴി കൂടെയാണ് നടക്കാറുണ്ടോ. ഇച്ചിരി പീസ്ഫുള്ളായിരുന്നു, നമ്മൾ ഈ വഴി ചൂസ് ചെയ്തു. നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഓഫീസിലേക്ക്. കണ്ടോ, ഇതുപോലെ ശാന്തമായിട്ടൊന്നും ഇവിടെയൊന്നും കാണാറേ ഇല്ല. എപ്പോഴും ഇവിടെ റഷായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അത് വിപ്രോൻ്റെ ക്യാമ്പസാണെന്ന് തോന്നുന്നു. വിപ്രോൻ്റെ വലിയ ക്യാമ്പസാണ്, ലൈക്ക് കുറേ മരങ്ങളൊക്കെ നട്ടുള്ളൊരു അടിപൊളി ക്യാമ്പസാണ്. ഇത് നടന്നത് ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ടിലെത്താറായിട്ടോ. എന്താ പറയുക, ബോർഡ് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഫുൾ പച്ചപ്പാണ് കേട്ടോ. സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സും ചെറിയ ചെറിയ ട്രീസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഈ സൈഡിൽ കുറച്ച് ഹെലിക്കോണിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ചെടിയുടെ പേരാണ് കേട്ടോ ഹെലിക്കോണിയ. ഈ പൂ ഉണ്ടാകുന്നില്ല, എൻ്റെ പേരാണ് ഹെലിക്കോണിയ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം, നമ്മൾ വന്ന് പണിയെടുക്കുന്ന സ്ഥലം. ഒരു പീജിയനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ രാവിലെ തന്നെ. പീജിയനും കോർപ്പറേറ്റിൽ പണിയെടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു രാവിലെ തന്നെ. നല്ല രസമല്ലേ ഈ പൂവൊക്കെ കാണാൻ. ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് നടക്കാം. നല്ല മണമാണ് കേട്ടോ ഈ പൂവിന്. പിന്നെ പൂവും കായും ചെടി അവിടെ കണ്ടാലും നമ്മളവിടെ ഒന്ന് സ്റ്റോപ്പ് ഇടുമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. ഇതിൽ കുറച്ച് ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ബെഞ്ചൊക്കെ കണ്ടില്ലേ. നമുക്ക് അവിടെ പോയി ഫ്രീ ടൈമിൽ ഇരിക്കാം. മേക്കടെ ഇറങ്ങി ഇപ്പുറത്തെ ഗേറ്റിലെത്തിട്ടോ. യു അഗെയിൻ എന്ന് പറയുന്ന പോലെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. സോ നമ്മൾ കുറച്ച് ദൂരം നടന്നു. നമുക്ക് നമ്മുടെ ഓഫീസിൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. രാവിലെ തന്നെ അടിപൊളിയാണ് നടക്കാൻ, ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഈ സാധനമൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് അടക്കേ. ഇവിടെ നമ്മുടെ മെട്രോ ലൈനിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇച്ചിരി മെസ്സാണ് ഇവിടെ. പക്ഷേ അതിന് മുൻപ് ഇവിടെ നല്ല പാമൊക്കെ വെച്ചിട്ട് ഒരു ഡിവൈഡറൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അതാണ് നമ്മുടെ ലുലു സൈബർ ടവർ. കണ്ടോ, നല്ല രസമില്ല അതിൻ്റെ ഔട്ട് സൈഡ് ഒരു മരം പോലെ കൊടുത്തേക്കണം. തമ്മിൽ കുറേ ബോഗൈൻ വില്ലാസ് ഉണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്ത് കാണിച്ചിട്ടുണ്ട് കുറേ കളേഴ്സും കുറേ വേരിയൻസ് ഒക്കെയുള്ള ബോഗൈൻ വില്ലാസ് നട്ടു വെച്ചിട്ടുണ്ട്. റോഡ് പണി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പില്ലേഴ്സൊക്കെ വാർത്ത് കഴിഞ്ഞു തോന്നുന്നു. ഇനിയിപ്പോൾ മെയിൻ സാധനം കൊണ്ടുവന്ന് വെച്ചാൽ മതിയായിരിക്കും. ഐ മീൻ ലൈക്ക് ദ ബ്രിഡ്ജ് കൊണ്ടുവന്ന് വെച്ചാൽ മതിയായിരിക്കും. സോ അങ്ങനെ പോകുന്നു നമ്മുടെ മെട്രോ ലൈനിൻ്റെ പരിപാടികൾ. പിങ്ക് ലൈനാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. പിങ്ക് ലൈൻ ഇൻഫോ പാർക്കിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പിങ്ക് ലൈൻ. സോ നമ്മളിങ്ങനെ വാക്ക് വേ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലേ. അപ്പം സ്ലോയിൽ നടക്കുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് എടുക്കും. ഇച്ചിരി സ്പീഡിൽ കാണുന്നാൽ നമ്മൾ പെട്ടെന്ന് എത്തും. പക്ഷേ ആ കാണുന്നതാണ് കേട്ടോ, ആ എൻഡിൽ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. സോ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. സോ അതൊക്കെയായിരുന്നു നമ്മുടെ ഇൻഫോ പാർക്കിലെ രാവിലെ കാഴ്ചകൾ. ചേച്ചിമാരൊക്കെ ജോലിക്ക് പോയി തുടങ്ങി. മരങ്ങളൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല വ്യൂ ആണ് ബേസിക്കലി. പിന്നെ IT ക്യാമ്പസസ് ഒക്കെ അല്ലെങ്കിലും നല്ല രസമായിരിക്കുമല്ലോ കാണാൻ അല്ലേ. നടന്ന് നമ്മൾ ഓൾമോസ്റ്റ് ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ കാണുന്നതാണ് നമ്മുടെ സ്മാർട്ട് സിറ്റി കൊച്ചി. അങ്ങോട്ട് പോയാൽ സ്മാർട്ട് സിറ്റി കൊച്ചി കിട്ടും. ആണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റല്ല എന്ന് തോന്നുന്നല്ലോ. ഇത് കറക്റ്റല്ല കേട്ടോ ഇതിൻ്റെ സമയം. കുറേ പഴയതാണ്. നമ്മൾ രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിൽ വന്ന് കുത്തിയിരിക്കുകയാണ്. വിഷയം ഫ്യൂച്ചറാണ്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ എന്തോ ഒരു ആഡാണ്. കുറച്ചായിട്ട് റോഡ് ഇങ്ങനെ റഷായിക്കൊണ്ടിരിക്കുകയാണ്.